നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത്. സുപ്രീംകോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി. സന്നിധാനത്ത് ചെരുപ്പിട്ട് കയറി പോലീസുകാരനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. ചിങ്ങമാസ പൂജയ്ക്ക് നട തുറന്ന ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ചെരുപ്പിട്ട് സോപാനത്തിന് സമീപം എത്തിയ പോലീസുകാരനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. തിരുവനന്തപുരം SAP ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ രാജേഷിനെയാണ് ക്യാമ്പിലേക്ക് തിരിച്ചയച്ചത്. ശനിയാഴ്ച രാത്രി 8:45 സംഭവം. വെളുത്ത ചെരുപ്പിട്ട് സോപാനത്തിന് സമീപം നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട അയ്യപ്പ ഭക്തന്മാരിൽ ഒരാൾ മൊബൈൽ ഫോണിൽ ചിത്രമെടുത്തതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. മഴ പെയ്ത് കിടന്നതിനാൽ ചെരുപ്പുമായി ഓടി സന്നിധാനത്തേക്ക് കയറുകയായിരുന്നുവെന്നും ചെരുപ്പ് അഴിച്ചുമാറ്റാൻ മറന്നുപോയെന്നുമാണ് പോലീസുകാരന്റെ വിശദീകരണം. അറിയാതെ പറ്റിയതാണെങ്കിലും പോലീസ് ഈ വിഷയം ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. അച്ചടക്ക ലംഘനമായി കണക്കാക്കിയ അന്വേഷണത്തിന് ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്ത് ഉത്തരവിട്ടു. ആലപ്പുഴയിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പീഡന ശ്രമത്തിനിടെയുണ്ടായ കൊലപാതകമെന്ന് സംശയം. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ മധ്യവയസ്കയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പീഡന ശ്രമത്തിനിടെയുണ്ടായ കൊലപാതകമെന്ന് സംശയം. ഹംലത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയതോടെ മോഷണ സാധ്യത പോലീസ് തള്ളി. പ്രദേശവാസികളായ ഒന്നിലധികം പേർ നിരീക്ഷണത്തിലാണ്. ഹംലത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് പോലീസ് കരുതുന്നു. ആദ്യം മോഷണ സാധ്യത സംശയിച്ചെങ്കിലും വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതോടെയാണ് പീഡന ശ്രമമാകാൻ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സംശയിക്കാൻ കാരണം. ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. ശരീരത്തിൽ മുറിവുകളില്ല. ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആൾ തന്നെയാണ് എന്നാണ് സംശയം. ഒന്നിലധികം പേർ നിരീക്ഷണത്തിലുണ്ട്. ഇവരുടെ CDR വിവരങ്ങൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചു. അംഗീകാരമില്ലാത്ത കോഴ്സുകളുടെ പേരിൽ പണം തട്ടി പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ ജീവനൊടുക്കി. കൊല്ലത്ത് സ്വകാര്യ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമ ജീവനൊടുക്കി. അഞ്ചൽ ഇടമുളയ്ക്കൽ സ്വദേശി അമൽ ശങ്കറാണ് മരിച്ചത്. കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് അമൽ ശങ്കർ. അംഗീകാരമില്ലാത്ത കോഴ്സുകളുടെ പേരിൽ പണം തട്ടിയെന്ന പരാതി സ്ഥാപനത്തിനെതിരെ ഉയർന്നിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി കബളിപ്പിച്ചെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇന്നലെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വാളകത്തെ വീട്ടിൽ അമൽ ശങ്കറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം തുടങ്ങി. സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി നേതാവിനെതിരെ നടപടിയെടുത്ത CPM. വിദേശ മലയാളിയുടെ ഭാര്യയോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ CPM മാറ്റി. ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി കീഴിലുള്ള വെണ്ണിക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽ വർഗീസിനെതിരെയാണ് നടപടി. ഇതിനെ വാശിക്ക് ഇയാളും സംഘവും ചേർന്ന് രാത്രിയിൽ വീട് ആക്രമിച്ചത് കാട്ടി വിദേശ മലയാളി മറ്റൊരു പരാതിയിൽ കോയിപ്പുറം പോലീസിൽ നൽകിയിട്ടുണ്ട്. ആക്രമണ സമയത്ത് പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും പരാതിയിൽ പറയുന്നു. ഇതിന്മേൽ സുനിൽ വർഗീസിനെതിരെ പോലീസ് കേസെടുത്തു.